Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Bear Came Over the Mountain by Alice Munro, FIUGP Semester 4, BSc Humanities and Other BA Programs, Calcutta University. Summary of The Bear Came Over the Mountain. It is a touching and thoughtful short story by Alice Munro. It tells the story of a young, long married couple, Gran and Fiona, and explores themes such as love, memory, aging, guilt, and sacrifice. ദ ബെയർ കെയിം ഓവർ ദ മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ചെറുകഥയാണ്. ആലിസ് മൺറോ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഗ്രാൻഡ് ആൻഡ് ഫയോണ എന്ന് പറഞ്ഞിട്ടുള്ള ദമ്പതികൾ, അവരുടെ ജീവിതമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ തീമായിട്ട് വരുന്നത് ലവ്, മെമ്മറി, ഏജിങ്, ഗിൽറ്റ് ആൻഡ് സാക്രിഫൈസ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, മെമ്മറി ഓർമ്മ, ഏജിങ് വയസ്സ് കൂടിയിട്ടുള്ള അവസ്ഥ, ഗിൽറ്റ് കുറ്റബോധം, സാക്രിഫൈസ് ത്യാഗം, ഇതൊക്കെയാണ് അതിൽ തീമായിട്ട് വന്നിട്ടുള്ളത്. ദ സ്റ്റോറി മെയിൻലി ഫോക്കസ് ഓൺ വാട്ട് ഹാപ്പൻസ് വെൻ ഫയോണ ബിഗിൻസ് ടു ലോസ് ഹെർ മെമ്മറി ഡ്യൂ ടു അൽഷിമേഴ്സ് ഡിസീസ് ആൻഡ് ഈസ് അഡ്മിറ്റഡ് ടു എ നഴ്സിംഗ് ഹോം. അപ്പോൾ ഈ കഥയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫയോണക്ക് അവളുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് അൽഷിമേഴ്സ് രോഗം മൂലം. അങ്ങനെ അവളൊരു നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. Gran and Fiona have been married for 45 years. In their younger days, they were lively, intelligent and independent. അപ്പോൾ ഗ്രാൻഡും ഫയോണയും കൂടി കല്യാണം കഴിഞ്ഞിട്ട് 45 ഇയേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ നല്ല കാലത്ത്, യൗവനകാലത്ത് അവർ വളരെ ചുറുചുറുക്കുള്ള ആളുകളായിരുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരുന്നു, ഇൻ്റലിജൻ്റ് ആയിരുന്നു. ഫയോണ വാസ് ബ്യൂട്ടിഫുൾ, കോൺഫിഡൻറ്റ് ആൻഡ് പ്ലേഫുൾ, വൈൽ ഗ്രാൻഡ് വാസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ഫയോണ വളരെ സുന്ദരിയായിരുന്നു, അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഗ്രാൻഡ് അന്നത്തെ കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. ഹവെവർ ദെയർ മാരേജ് വാസ് നോട്ട് പെർഫെക്റ്റ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ദാമ്പത്യം അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ഡ്യൂറിങ് ഹിസ് കരിയർ ഗ്രാൻഡ് ഹാഡ് സെവറൽ അഫയേഴ്സ് വിത്ത് സ്റ്റുഡൻസ്. അപ്പോൾ ഗ്രാൻഡ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ സ്റ്റുഡൻസുമായിട്ടൊക്കെ അഫെയറൊക്കെ ഉണ്ടായിരുന്നു ഗ്രാൻഡിന്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യം അത്ര സ്മൂത്ത് ആയിരുന്നില്ല. Although Fiona may have known about these betrayals, she never openly confronted him. Their relationship continued, but there were hidden tensions beneath their surface. പക്ഷേ ഫയോണക്ക് ഇത് അറിയാമായിരുന്നെങ്കിലും അവളത് പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഓപ്പണായിട്ട് അതിനെ എതിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ബന്ധം കണ്ടിന്യൂ ചെയ്തെങ്കിലും അവർക്കിടയിലൊരു ഹിഡൻ ടെൻഷൻ എന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര സ്മൂത്തായിരുന്നില്ല. ആസ് ദ ഗ്രോ ഓൾഡർ ഫയോണ ബിഗിൻസ് ടു ഷോ സൈൻസ് ഓഫ് മെമ്മറി ലോസ്. അങ്ങനെ അവരുടെ യൗവനമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഏജായി. ആ സമയത്താണ് ഫയോണക്ക് മെമ്മറി ലോസ്, ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നത്. അറ്റ് ഫസ്റ്റ് ദ സൈൻസ് ആർ സ്മോൾ ആൻഡ് ഓൾമോസ്റ്റ് ഹ്യൂമറസ്. തുടക്കത്തിലൊക്കെ ചെറിയ സിംറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഹ്യൂമറസ് ആയിട്ടായിരുന്നു. അതായത് ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന രീതിയിലായിരുന്നു. അത് അവരൊരു രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു എടുത്തിരുന്നത്. She forgets words, repeats stories, and leaves yellow sticky notes around the house to remind herself of simple things. പിന്നെ അവൾ വേർഡ്സൊക്കെ മറക്കാൻ തുടങ്ങി, സ്റ്റോറീസൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ചെറിയ യെല്ലോ സ്റ്റിക്ക് നോട്ട്സ്, ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് അവളുടെ ചുറ്റുപാടും ഇങ്ങനെ അവൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ചെറിയ കുറിപ്പുകളായിട്ട് യെല്ലോ നോട്ട്സിൽ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട്. അതായത് ചെറിയ കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്, അവളുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഹൗവെവർ ഹെർ കണ്ടീഷൻ ഗ്രാജുവലി ബിക്കം സീരിയസ്. പിന്നെ അവളുടെ കണ്ടീഷൻ വളരെ മോശമായി. വൺ ഡേ ഷീ ഫോർഗെറ്റ്സ് ഹൗ ടു ഡ്രൈവ് ഹോം. ഒരിക്കൽ അവൾക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി പോലും അവൾ മറന്നുപോയി. റിയലൈസിങ് ദാറ്റ് ഷീ ഈസ് ബിക്കമിങ് എ ഡേഞ്ചർ ടു ഹെർ സെൽഫ്. അങ്ങനെ ആ സമയത്താണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയോണ ഡിസൈഡ്സ് ഓൺ ഹെർ ഓൺ ടു മൂവ് ഇൻ ടു എ കെയർ ഫെസിലിറ്റി കോൾ മെഡോ ലേക്ക്. അങ്ങനെ അവൾ ഒരു കെയർ ഹോമിലേക്ക് മാറാം. മെഡോലേക്കാണ് ഒരു കെയർ ഹോം, ഒരു നഴ്സിംഗ് ഹോം, അവിടേക്ക് മാറാമെന്ന് അവൾ സ്വയം തീരുമാനിക്കുകയാണ്. ഗ്രാൻഡ് ഈസ് ഡീപ്ലി സാഡൻ ബട്ട് റെസ്പെക്ട് ഹെർ ഡിസിഷൻ. ഇത് കേട്ടപ്പോൾ ഗ്രാൻഡിന് ഭയങ്കര സങ്കടം വന്നു. പക്ഷേ അവളുടെ ആ ഒരു തീരുമാനത്തെ മാനിച്ചു എന്നാണ് പറയുന്നത്. അറ്റ് മെഡോ ലേക്ക് there is a rule that new residents cannot receive visitors for the first 30 days. അപ്പോൾ മെഡലേക്കിൽ എത്തിയ സമയത്ത് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആദ്യത്തെ 30 ദിവസം
പുതിയ താമസക്കാർ, പുതിയ ആളുകൾ വിസിറ്റേഴ്സിന് അലൗഡ് അല്ലായിരുന്നു അവിടെ. ഗ്രാൻഡ് പെയിൻഫുള്ളി വെയിറ്റ്സ് ഫോർ ദിസ് പീരിയഡ് ടു എൻഡ്. അപ്പോൾ ഇത് ഗ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 30 ദിവസം കഴിയാന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു അത് ഫയോണനെ കാണാതെ. വെൻ ഹി ഫൈനലി വിസിറ്റ് ഫയോണ ഹീ ഈസ് ഷോക്ക്ഡ് ആൻഡ് ഹാർട്ട് ബ്രോക്കൺ. അങ്ങനെ 30 ദിവസം കഴിഞ്ഞ് ഫയോണനെ വിസിറ്റ് ചെയ്ത സമയത്ത് ഗ്രാൻഡ് ആകെ ഹാർട്ട് ബ്രോക്കൺ ആയി എന്നാണ് പറയുന്നത്. Fiona does not seem to remember him. Instead, she has formed a close emotional bond with another resident named Aubrey. അങ്ങനെ ഫയോണക്ക് ഗ്രാൻറ്റിന് മനസ്സിലായില്ല, ഓർത്തെടുക്കാൻ പറ്റിയില്ല. ഇത് കേട്ടപ്പോൾ ഗ്രാൻറ്റിന് വളരെ സങ്കടമായി. അവൾ അതിന് പകരമായിട്ട് അവിടെ തന്നെ ഒരു അന്തേവാസി ഉണ്ടായിരുന്നു, ഓബ്രെ എന്ന് പറഞ്ഞിട്ട്. അയാളുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനായിരുന്നു, നല്ലൊരു ബന്ധത്തിലായിരുന്നു. ഷീ ബിഹേവ്സ് ലൈക്ക് എ യങ് ഗേൾ ഇൻ ലവ്, സ്പെൻഡിങ് ഓൾ ഹെർ ടൈം വിത്ത് ഹിം ആൻഡ് ഷോയിങ് ഹിം ഗ്രേറ്റ് അഫെക്ഷൻ. അവൾ ഒരു ചെറിയൊരു പെൺകുട്ടി ലവിലായി, അതായത് പ്രണയത്തിലായി നിൽക്കുന്ന ആ ഒരു ഫീലായിരുന്നു അവളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. അവളുടെ എല്ലാ സമയവും ഓബ്രയുമായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. Grant feels confused and hurt. He wonders whether Fiona is pretending to forget him as a way of punishing him for his past infidelities. അപ്പോൾ ഗ്രാൻറ്റിന് വളരെ കൺഫ്യൂസും ഉണ്ട്, അതോടൊപ്പം തന്നെ വേദനയുണ്ട്. അതായത് ഗ്രാൻറ്റിന് അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ ഗ്രാൻറ്റ് ആലോചിക്കുകയാണ്, ഒരു പക്ഷേ അവൾ പ്രിറ്റൻഡ് ചെയ്യുകയാണോ, അതായത് അവൾ അഭിനയിക്കുകയാണോ, എന്നെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുകയാണോ, അതായത് ഞാൻ പണ്ട് ചെയ്ത ഓരോ ചതി വഞ്ചന ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റുഡൻസുമായിട്ടുള്ള അഫെയറൊക്കെ മൂലം. അപ്പോൾ അതിന് അവളൊരു പണിഷ്മെൻ്റ് എന്ന നിലക്ക് അത് ഇങ്ങനെ പെരുമാറുകയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. However, he slowly understands that her illness has truly changed her memory and identity. പിന്നീട് പതിയെ ഗ്രാൻറ്റിന് മനസ്സിലായി ഇത് ഒരു പ്രിട്ടൻഡ് ചെയ്യല്ല, ഇത് അവൾ അഭിനയിക്കല്ല, ഇത് ശരിക്കും അവളുടെ ആ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവൾ മറന്നു പോയതാണെന്ന് മനസ്സിലായി. ഫയോണാസ് അറ്റാച്ച്മെൻറ്റ് ടു ഓബ്രെ സീംസ് ഇന്നസെൻറ്റ് ആൻഡ് പ്യുവർ ലൈക്ക് എ ഫസ്റ്റ് ലവ് ബിക്കോസ് ഷീ നോ ലോങ്ങർ ക്യാരീസ് ദ വെയിറ്റ് ഓഫ് എ പാസ്റ്റ് മാരേജ്. അപ്പം ഈ ഒരു ഫയോണയ്ക്ക് ഓബ്രയുമായിട്ടുള്ള ഒരു ബന്ധം, ലവ് അഫെയർ എന്ന് പറയുന്നത് വളരെ പ്യുവറായിരുന്നു. അതായത് അവൾക്ക് പാസ്റ്റിൽ കല്യാണം കഴിഞ്ഞ ആ ഒരു ഭാരമൊന്നും അവളുടെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലവ് ആയിരുന്നു അവൾക്ക് ഓബ്രെ എന്ന് പറയുന്നത്. ലെറ്റർ ഓബ്രെ ഈസ് ടേക്കൺ ഹോം ബൈ ഹിസ് വൈഫ് മാരിയൻ, ഹു ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ദ നഴ്സിംഗ് ഹോം എക്സ്പെൻസസ്. പിന്നീട് ഓബ്രേനെ വീട്ടിലേക്ക് ഭാര്യ കൊണ്ടുപോയി. മാരിയൻ എന്നാണ് ഭാര്യൻ്റെ പേര്. അതായത് അവൾക്ക് അവിടുത്തെ നഴ്സിംഗ് ഹോമിൻ്റെ എക്സ്പെൻസ് താങ്ങാൻ വയ്യാതെ. Without Aubrey, Fiona becomes deeply depressed. She refuses to eat and loses interest in everything. Seeing her suffering, Gran decided to take action. അങ്ങനെ ഓബ്രേനെ കൊണ്ടുപോയപ്പോൾ ഫയോണക്ക് ഭയങ്കര വിഷമമായി. അവൾ ഡിപ്രസ്ഡ് ആയി. അവളൊന്നും കഴിക്കൂല, അവൾക്ക് എല്ലാത്തിലുള്ള ഇൻട്രസ്റ്റ് പോയി, അങ്ങനെയൊക്കെ ആയി. ആ സമയത്താണ് ഗ്രാൻഡ് ഒരു തീരുമാനം എടുക്കുന്നത്. In a painful act of love and sacrifice, he visits Marion and tries to convince her to bring Aubrey back to Meadow Lake so that Fiona can be happy again. അങ്ങനെ ഒരു പെയിൻഫുൾ ആക്ട് ഓഫ് ലവ് എന്ന് പറയാം, അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന് പറയാം, ഒരു ത്യാഗം എന്നുള്ള നിലക്ക് ഓബ്രേനെ വീണ്ടും ആ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് മാരിയൻ ഓബ്രയുടെ ഭാര്യയോട് അപേക്ഷിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഫയോണ ഹാപ്പി ആകുള്ളൂ. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഗ്രാൻഡ് ആൻഡ് മാരിയൻ ഡെവലപ്പ് എ ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു സമയത്ത് മാരിയനും ഗ്രാൻഡും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാൻഡ്സ് എഫേർട്ട് ടു ഹെൽപ്പ് ഫയോണ മേ ബി മോട്ടിവേറ്റഡ് നോട്ട് ഓൺലി ബൈ ലവ് ബട്ട് ഓൾസോ ബൈ ഗിൽറ്റ് ഫോർ ഹിസ് പാസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡിൻ്റെ ഈ ഒരു ഡിസിഷൻ, ഈ ഒരു തീരുമാനം എന്തിനാണെന്ന് വെച്ചാൽ ഫയോണയോടുള്ള അതിയായ സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമല്ല, അതിലുപരി ഒരു ഗിൽറ്റ്, ഒരു കുറ്റബോധം കൂടി ഉണ്ടായിരുന്നു. താൻ നല്ല കാലത്ത്, അതായത് യൗവന കാലഘട്ടത്തിൽ തൻ്റെ ഭാര്യയെ ചതിച്ച് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് അഫെയറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ ഒരു ഗിൽറ്റ്, ഒരു കുറ്റബോധം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. He seems to want to prove that he can finally be faithful and selfless. Eventually, Aubrey returns to the nursing home. അങ്ങനെ ഈ ഓബ്രെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നു. ഇൻ ദ ഫൈനൽ സീൻസ് ദർ ഇസ് എ സ്മോൾ ബട്ട് ഇമോഷണൽ മൊമെൻറ്റ്. ഫയോണ ബ്രീഫ്ലി റെക്കഗ്നൈസസ് ഗ്രാൻഡ്, സ്പീക്സ് ടു ഹിം വിത്ത് അഫെക്ഷൻ.
It is unclear whether this recognition is real or temporary, but it offers a glimmer of hope. അങ്ങനെ ഫൈനൽ സീൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു സീനാണ്. അതായത് ഗ്രാൻറ്റിന് മെല്ലെ ഫയോണ മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു ചെറിയൊരു അഫെക്ഷനൊക്കെ ഗ്രാൻറ്റിനോട് തോന്നാൻ തുടങ്ങി. ഇത് മേ ബി റിയൽ ആണോ ടെമ്പററി ആണോ ഒന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. ദ എൻഡിങ് ഈസ് ജെൻറ്റിൽ ആൻഡ് അൺസർട്ടൻ, റിഫ്ലക്റ്റിംഗ് ദ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് മെമ്മറി ആൻഡ് ലവ്. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അതായത് നമ്മുടെ ഓർമ്മയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറിനെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. The title of the story comes from a children's song. The bear came over the mountain to see what he could see. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ എടുത്തിരിക്കുന്നത് ഒരു ചിൽഡ്രൻസ് സോങ്ങിൽ നിന്നാണ്. ദ ബെയർ കെയിം ഓവർ ദ മൗണ്ടൈൻ ടു സീ വാട്ട് ഹി കുഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇൻ ദ സോങ് ഓൾ ദ ബെയർ സീസ് ഈസ് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ. ദിസ് സിമ്പിൾ ഐഡിയ ബിക്കംസ് എ പവർഫുൾ മെറ്റഫോർ ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ സോങ്ങിൽ കരടി കാണുന്നത് മലയുടെ മറുവശം മാത്രമാണ്. അപ്പോൾ ഈ ഒരു ലളിതമായിട്ടുള്ള ഈ ഒരു ആശയം ഈ ഒരു സ്റ്റോറിയിൽ പവർഫുൾ മെറ്റഫറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലൈഫ് സ്ട്രഗിൾസ്, ഏജിങ്, ഇൽനെസ് ആൻഡ് ഈവൻ ലവ് ഓഫൻ ലീഡ് അസ് ടു അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. അതുപോലെ ജീവിതത്തിലെ സ്ട്രഗിൾ, പോരാട്ടങ്ങൾ, വാർദ്ധക്യം, രോഗം, സ്നേഹം, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. വെൻ വി ക്രോസ് വൺ മൗണ്ടെയിൻ വി മേ ഫൈൻഡ് ഓൺലി അനദർ ചലഞ്ച് വെയിറ്റിംഗ്. അതായത് നമ്മളൊരു മല കടന്നു കഴിഞ്ഞാൽ അതിന് മറുവശത്ത് മറ്റൊരു വെല്ലുവിളി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. In conclusion, The Bear Came Over the Mountain is deeply moving story about enduring love and painful sacrifice. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ലവ്, അതുപോലെ പെയിൻഫുൾ സാക്രിഫൈസ്, ഒരു ത്യാഗം ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ആലിസ് മൺറോ ബ്യൂട്ടിഫുള്ളി ഷോസ് ഹൗ മെമ്മറി ഷേപ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ഹൗ ലവ് ക്യാൻ സർവൈവ് ഈവൻ വെൻ മെമ്മറി ഫേഡ്സ്. Through Gran and Fiona's relationship, the story reminds us that true love sometimes means letting go, forgiving the past, and putting another person's happiness before our own. അപ്പോൾ ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഗ്രാൻറ്റിൻ്റെയും ഫയോണയുടെയും റിലേഷൻഷിപ്പിലൂടെ സത്യസന്ധമായ സ്നേഹം ചിലപ്പോൾ നമ്മളോട് പോകാൻ പറയും. പഴയതിനെ ക്ഷമിക്കാനും മറ്റൊരാളുടെ സന്തോഷത്തെ സ്വന്തം സന്തോഷത്തിന് മുകളിൽ വെക്കാനും ഒക്കെയാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ.